ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇത്രയും ദിവസം ചെയ്ത വീഡിയോയിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പുതിയൊരു മൈക്ക് വാങ്ങിച്ചു. അപ്പം എന്നെപ്പോലെ എന്താ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനിപ്പം ഈ ഒരു മൈക്കുമായിട്ട് വന്നത് കേട്ടോ. അപ്പം ഇന്നലെയാണ് എനിക്ക് ഈ പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തു, പക്ഷെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, ചില സാങ്കേതിക തകരാറുകൾ മൂലം. അപ്പം ഞാൻ വാങ്ങിയിരിക്കുന്നത് ഡിജിടെക്കിൻ്റെ 2-in-1 വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം DWM116 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഞാൻ ഇപ്പം സംസാരിക്കുന്നത് മൈക്കിലാണ്. ഞാൻ പറഞ്ഞല്ലോ, അൺബോക്സ് ചെയ്തു ഞാൻ. എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നിങ്ങളുടെ മുന്നിൽ നിന്ന് അൺബോക്സ് ചെയ്യാമെന്ന് കരുതി. അപ്പം നമുക്ക് തുറക്കാം. അപ്പം ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്യുന്നത് ഈ ഡിജിടെക്കിന്റെ സൈറ്റിൽ നിന്നാണ്. കാരണം ആ ടൈമിൽ ഞാൻ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ റേറ്റ് കുറവ് സൈറ്റിലായിരുന്നു കേട്ടോ. ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവ് തോന്നിയത് സൈറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പം നമുക്ക് ഇത് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാവും. ഈ ബോക്സിൽ നമുക്കൊരു റിസീവർ ഉണ്ടാവും. അതുപോലെ ഇതുപോലത്തെ 2 മൈക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു മൈക്ക് ഇത് അവിടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു മൈക്ക് ഇവിടെയുണ്ട് കേട്ടോ. അപ്പം പ്രധാനമായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. ഈ ഒരു ബോക്സിൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ നമ്മുടെ മൈക്കിനെ പറ്റി പറയാം. ബുക്ക്ലെറ്റ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഞാനിത് നോക്കി ഇന്നലെ ഇരുന്ന് പഠിച്ചതാണ്. എനിക്ക് ഇതിൻ്റെ ഒരു ABCD അറിയില്ലായിരുന്നു. അപ്പം ഫസ്റ്റ് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അങ്ങനെ എന്തോന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഓരോന്ന് ഞെക്കി അങ്ങോട്ട് പഠിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ പേര് വിൻഡ്വോൾ എന്നാണ്. നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം 2 മൈക്കുള്ളത് കൊണ്ട് ഇത് 2 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇതാ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതും ഒരു കവറിലായിരുന്നു. ഞാനിതൊന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. പിന്നെ ഇതൊരു ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ ഉണ്ട്. കുറച്ച് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ക്ലിപ്പാണ്. അപ്പോൾ 2 മൈക്കുള്ളത് കൊണ്ട് അത് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ക്ലിപ്പുണ്ട്. പിന്നെ ഇതെന്താ, യെസ്, ഇങ്ങനെ ഒരു കേബിൾ വരുന്നുണ്ട്. ഇത് DSLR നമ്മുടെ ക്യാമറയ്ക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വയറാണ് കേട്ടോ. ഒരു കേബിളാണ്, ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് C ടൈപ്പ് ആണ്. ആൻഡ്രോയിഡ് ഫോണിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇനി ഞാൻ ഐഫോണിൻ്റെത് കാണിച്ചു തരാം. അപ്പം അത്രയൊക്കെയാണ് വരുന്നത്. വരെ ഇതാ ഞാനിപ്പം സംസാരിക്കുന്നത് മൈക്കിലല്ല കേട്ടോ. ഇത് ഡിസ്കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ കാണിച്ചതല്ലേ, ഇത് ഐഫോണിൽ നമുക്ക് കുത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു ബോക്സിൽ വരുന്നത്, ഈ ഒരു ബോക്സിൽ ഇങ്ങനെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു ബോക്സ് വന്നിട്ട് ഇതാ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഫോണിലാണ് കിടക്കുന്നത്. ഇതിനൊക്കെ ഓരോ സ്വിച്ചേ ഉള്ളൂ കേട്ടോ. ഒരു യെല്ലോ സ്വിച്ച് ഉണ്ട്. ഇത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ആവും. അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് ഓൺ ആവും. പിന്നെ ഇതിലിങ്ങനെ 4 സൈൻസ് കാണിക്കുന്നുണ്ട്. ഒന്ന്, ഇതിൻ്റെ സൗണ്ട് കൂട്ടാനുള്ള ഓപ്ഷൻ, 3 പ്രാവശ്യത്തിൽ സൗണ്ട് കൂട്ടാൻ പറ്റും. അതുപോലെ TX1 TX2 എന്നുണ്ട്. അത് 2 മൈക്കുകളാണ് കേട്ടോ. അപ്പം ഏതാണ് കണക്ട് ചെയ്തതെന്ന് ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ചാർജിങ്, എത്ര ചാർജ് തീരാനായോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് 1 ക്ലിക്കിൽ അവിടെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഫുൾ ചാർജാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഫുൾ ചാർജാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത്. അപ്പം നമുക്കിപ്പോൾ ഐഫോൺ ആയതുകൊണ്ട് ഈ അഡാപ്റ്ററിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ഈ ഭാഗം നമുക്ക് ഫോണിൻ്റെ ചാർജ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് മൈക്കാണ് എടുക്കുന്നത് നമുക്കത് കണക്റ്റ് ആവും, ഓട്ടോമാറ്റിക് കണക്റ്റ് ആവും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണക്ട് ചെയ്യേണ്ട. ഇത് ബോക്സിൽ നിന്ന് എടുക്കുക, ഈ പിന്ന് കണക്ട് ചെയ്യുക, ഫോണിൽ കുത്തുക. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു മൈക്ക് ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ അഡാപ്റ്ററുമായിട്ട് കണക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ് വരുന്നത്. പിന്നെ മൈക്കിനാണെങ്കിൽ മൈക്കിലും 3 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഒന്നേ ഉള്ളൂ. ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ മൈക്കാണ്, അതുപോലെ ഇത് ചാർജ് ചെയ്യുന്ന ഒരു ഭാഗം,
അതൊക്കെ ഈ റൗണ്ട് ഷേപ്പിലാണ് വരുന്നേക്കുന്നത്. പിന്നെ ഇതിവിടെ ഇങ്ങനെ ഇത് മാഗ്നറ്റ് ആണ്. ഇത് നമുക്കറിയാലോ, ഡ്രസ്സിൻ്റെ പുറമെ വെക്കും. ഈ മാഗ്നറ്റ് ഡ്രസ്സിൻ്റെ ഉള്ളിലും വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ 3 ഓപ്ഷനാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഒരു ഓപ്ഷൻ പെയർഡായിട്ട് കാണിക്കും. ബ്ലൂ ലൈറ്റിൽ ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. ബ്ലിങ്ക് ചെയ്യില്ല, ബ്ലൂ ലൈറ്റ് കാണിക്കും. ഫസ്റ്റ് പെയർഡ്, ഇപ്പോൾ പെയർഡാണ്. പിന്നെ ഉള്ളത് അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. രണ്ടാമത്തത് നോയ്സ് റിഡക്ഷൻ ആണ്. അപ്പം ഇപ്പോൾ നോയ്സ് റിഡക്ഷൻ ഓൺ ആണ്. ഇനി നിങ്ങളത് ഓൺ അല്ലെങ്കിൽ ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോയ്സ് റിഡക്ഷൻ ഓൺ ആവും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് ഹൈഡ് ചെയ്യും കേട്ടോ. പിന്നെ വരുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരു വോയിസ് റിവേർബ് എന്നൊരു ഓപ്ഷനാണ് കേട്ടോ. റിവേർബ് അതൊരു മൈക്കിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു ശബ്ദമാണ്. ഓക്കെ, അത് നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊന്നും ചെയ്യുന്നതിന് ആവശ്യമില്ല. ഓക്കെ, അത് കിട്ടണമെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പം അത് ഓണാവും. ഇനി അത് ഓഫ് ആക്കണമെങ്കിൽ ഒന്നും കൂടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓഫായി. ഇനി ഒറ്റ ക്ലിക്ക് ചെയ്താലോ? ഇപ്പം 2 ഓണാണ്, നോയ്സ് റിഡക്ഷനും നമ്മളിപ്പോൾ 7 ആണ്. ഒറ്റ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോയ്സ് റിഡക്ഷൻ ഓഫ് ആവും. ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈക്ക് ഓഫ് ആവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ പഠിച്ചോളും. ഫസ്റ്റ് കിട്ടിയപ്പം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്താണെന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലെ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ പറഞ്ഞു തന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, എന്നാൽ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെക്കാം. പിന്നെ ഇത് നമുക്ക് 6 hours വരെ, 6 മണിക്കൂർ നമുക്ക് ഇത് ചാർജിങ് കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. 6 hours കിട്ടുന്നുണ്ട്. പിന്നെ 40 മീറ്ററിൽ നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് കിട്ടും, 40 മീറ്ററിൽ. പിന്നെ ഇത് ഇൻ്റർവ്യൂസ്, ഫിലിം, ടെലിവിഷൻ, മീറ്റിംഗ്സ്, വീഡിയോ, ടീച്ചിങ്, വ്ളോഗ് എക്സെട്ര അതിനൊക്കെ യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു 116 DWM 116 വരുന്നത് നമുക്ക് ഫോണിലും അതുപോലെ ക്യാമറയിലും യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള കേബിളൊക്കെ അവൈലബിൾ ആണ്. അപ്പം അത്രയൊക്കെയാണുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ ഒരു ബുക്ക്ലെറ്റൊക്കെ ഉണ്ട്. ഞാനിത് നോക്കി. പിന്നെ എൻ്റെ മോളെ കയ്യിൽ അങ്ങോട്ട് കിട്ടിയപ്പം ഇത് അത്യാവശ്യം നല്ല ചുളിഞ്ഞു പോയി. ഓക്കെ, ഇതിനെപ്പറ്റി ആവശ്യമില്ലെങ്കിലും നമ്മളത് ഇന്നലെ വായിച്ചിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വർക്കിംഗ്. ഞാൻ ജസ്റ്റ് ഫാൻ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫാനിൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പം ഞാനിനി ഫാന് നോയ്സ് റിഡക്ഷൻ ഓഫ് ചെയ്യാം കേട്ടോ. നോയ്സ് റിഡക്ഷൻ ഓഫ് ചെയ്യുമ്പം ഓക്കെ, ഇപ്പോൾ ഫാനിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? നേരത്തെ കേട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി ഞാൻ നോയ്സ് റിഡക്ഷൻ ഓഫ് ചെയ്യാണ്. നോയ്സ് റിഡക്ഷൻ ഓൺ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ ഒരിക്കലും എന്താ പറയുക വീഡിയോ ആക്കണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഇത് എൻ്റെ ഒരു സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം ഞാൻ ഏതൊരു യൂട്യൂബറും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു മൈക്ക് വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം എന്താണ്, ഞാൻ ഇപ്പോഴൊന്നും വാങ്ങണം എന്ന് വിചാരിച്ചില്ല. പക്ഷേ എൻ്റെ വീഡിയോ ക്വാളിറ്റി നല്ല പോലെ കുറവാണെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്കും അത് കേട്ടിരിക്കുമ്പം ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എന്താണ് കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്തു സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോൾ എന്തായാലും ഒരു മൈക്ക് വാങ്ങിച്ചേക്കാം. ഇനിയും ലേറ്റ് ആക്കണ്ട, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും കേട്ടിരിക്കാൻ. ഒരു കരകരപ്പൊക്കെ ശബ്ദങ്ങളൊക്കെ എൻ്റെ വീഡിയോസിൽ ഉണ്ടാവുന്നതായിട്ട് നോട്ടീസ് ചെയ്തു. അപ്പോൾ എന്തായാലും ഒരു മൈക്ക് വാങ്ങിക്കാൻ തന്നെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയ ഒരു മൈക്കാണ്. അപ്പം എൻ്റെ ഇതുപോലെ
ഞാനും ഒത്തിരി വീഡിയോസിലൊക്കെ നല്ലൊരു മൈക്കിന് വേണ്ടിയിട്ട്, അതായത് വലിയ റേറ്റിൻ്റെ നല്ല മൈക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കാലം അങ്ങോട്ട് വെച്ചിട്ടല്ലേ ഉള്ളൂ. വെക്കുമ്പോൾ തന്നെ വലിയൊരു ബഡ്ജറ്റ് വേണ്ടാന്ന് വിചാരിച്ചു. ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു മൈക്ക്, അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക. അപ്പം ഇത് 116 ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ 115 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മൈക്കുകൾ അവൈലബിൾ ആണ് ഡിജിടെക്കിൻ്റെ തന്നെ. അപ്പം നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നല്ലോണം സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ആർക്കെങ്കിലും എന്നെപ്പോലെ യൂട്യൂബിലൊക്കെ കിടന്ന് പരതി നല്ല മൈക്ക് ഏതാന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന ആൾക്കാർക്ക് ഇത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് വാങ്ങിയവർക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാന്നുള്ള ഇതിൽ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പം എന്താണ്, അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിലും അടിപൊളിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.